ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇന്ന് കാണാൻ ചെന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടത്. പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ കണ്ടപ്പോൾ സുരേന്ദ്രമാവൻ ഞെട്ടിപ്പോയി. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും അത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ടുഡേ ഈസ് ഡേ 45 ഓഫ് മൈ 100 days of 6-pack challenge. ഇന്ന് അതിരാവിലെ 4:30 എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും നേരെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിന്നു. സത്യം പറഞ്ഞാൽ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 3 മാസം ആയതേ ഉള്ളൂ. അച്ഛൻ സ്കൂട്ടർ ഓട്ടിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരല്പം പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഹീസ് ഗുഡ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപ്പോൾ അച്ഛനെ കണ്ട് എല്ലാവർക്കും വലിയ സന്തോഷം. ഓടി ഒന്ന് എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇവിടുത്തെ സെലിബ്രിറ്റി ആണെന്ന്. എല്ലാ വ്യാഴാഴ്ചയും സ്ഥിരമായി ഇവരെയൊക്കെ കാണുന്നത് കൊണ്ടാവും ഈ ഒരു ബോണ്ടിങ്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അച്ഛൻ പറഞ്ഞു എനിക്ക് സുരേന്ദ്രനെ കാണണം. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുരേന്ദ്രൻ ചേട്ടൻ. അപ്പോൾ ഇവരെ ഫ്രണ്ട്സ് ചായ കുടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കാർ വന്ന് ഇടിച്ചാണ് ഇവർ ആക്സിഡന്റിൽ പെട്ടത്. ഇപ്പോൾ സുരേന്ദ്രൻ മാമൻ കാലിൽ റോഡൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നു. 3 മാസം കഴിഞ്ഞ ഈ ബെസ്റ്റീസ് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഞാൻ അവർക്കൊരു സ്പേസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. അച്ഛൻ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അച്ഛൻ്റെ ഫേവറേറ്റ് ഹോട്ടലായ വിഷ്ണു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരൻ ജയൻ ചേട്ടനെ കാണാൻ പോയി. പുള്ളിക്കാരൻ പിന്നെ നമ്മളെ കൊണ്ട് കുറേ ദോശ തീറ്റിപ്പിച്ചു. അവിടെ കുറേ നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടി. പിന്നെ വണ്ടി ചെറിയൊരു സർവീസും കൊടുത്തു. ഇന്നത്തെ ഊണ് നമ്മൾ പുറത്തു നിന്നായിരുന്നു എടുത്തിട്ടുള്ളത്. വീട്ടിലെത്തി വൈകുന്നേരം പതിവ് പോലെ വർക്കൗട്ടും ചെയ്തു.